ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി മുറി പൂട്ടി പോയതിൻ്റെ പിന്നാലെ ശ്രീകാന്തും വർഷയും അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും കേട്ടോ. പോകാൻ ഇറങ്ങുന്ന ഈ ഒരു സമയത്ത് അമ്മയാണെങ്കിൽ മകനെ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ വർഷ വരും. ഇതെല്ലാം വർഷ അറിയും. അവൾക്ക് വിഷമമാവും. അതിന് മുന്നേ സ്റ്റുഡിയോയിൽ ചെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് നല്ലതെന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നു. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നവളവൾ, അവളെ നല്ലൊരു സ്ഥലത്ത് താമസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ അവൾക്ക് നല്ലൊരു ഹസ്ബൻഡ് ആകുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അവളിതൊക്കെ അറിഞ്ഞാൽ എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്നൊക്കെ ചോദിക്കുന്നു. അവളെ വലിയ വീട്ടിൽ കഴിഞ്ഞ പെണ്ണ, ഇവിടെ താമസിക്കാൻ ഒരു മുറി പോലും ഇല്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് എനിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മോനെ. സച്ചി മുറി പൂട്ടി പോകുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്ന് ചന്ദ്രമതി അന്നേരം പറയാം. നീ എങ്ങും പോവേണ്ട, സച്ചി വരട്ടെ, ഞാൻ അവനോട് സംസാരിക്കാമെന്ന് അമ്മ പറയുമ്പോൾ എന്ത് സംസാരിക്കാനമ്മേ? സംസാരിച്ചാലേ സച്ചേട്ടൻ കേൾക്കുമോ നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കോളാം, ആ ഫോണിൽ തരാൻ പറഞ്ഞ് തട്ടിപ്പറിച്ച് മേടിക്കുമ്പോഴത്തേക്കും ശ്രുതിയും വന്നു. അപ്പം നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുമെന്നും പറഞ്ഞു അമ്മ. നീ വർഷയോട് ഇതൊന്നും പറയാൻ നിൽക്കരുതെന്നൊക്കെ പറയാം. അവൾ ഇപ്പം ഇവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യമായി എന്നൊക്കെ പറയുമ്പോൾ സുധി അത് പറയാൻ പറഞ്ഞു ശ്രുതി. ആ സമയത്ത് സുധി, എടാ നീ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് സുധി പറയാം. അപ്പോൾ ഏട്ടാ ഞാൻ തനിയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ടെറസിൽ പോയി കിടക്കാം. ഇപ്പം എൻ്റെ കൂടെ വർഷയുണ്ടല്ലോ, അവളെ എവിടെ കിടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും. സച്ചി ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നും അവനെ നിനക്ക് അറിഞ്ഞുകൂടെയെന്നും ശ്രുതി ചോദിക്കാം. നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കരുതെന്നും പറയുമ്പോൾ ഞാൻ ഏട്ടനെ സഹിച്ചോളാം, പക്ഷെ സഹിക്കില്ല വർഷ, അവൾക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. എന്തായാലും അങ്കിൾ വരട്ടെ, അങ്കിള് സച്ചിയായിട്ട് സംസാരിച്ച ഒരു തീരുമാനത്തിൽ എത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏട്ടത്തി, ഞാൻ കാരണം ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് ശ്രീകാന്ത് പറയുന്നു. ഞാനും വർഷയും ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ എടാ നീ പറയുന്നത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, സച്ചിയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. വർഷയോട് ഇതൊന്നും പറയരുത് കേട്ടോ, അവൾ വലിയ വീട്ടിലെ പെണ്ണാ, അവൾക്ക് ഇതൊന്നും പിടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയാം. അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ വീട്ടിലേക്ക് അവൾ വന്നിട്ട് 2 ദിവസം പോലും ആയില്ല. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പോയാൽ നാട്ടുകാർ ആൻറ്റിയെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. അമ്മായിമ്മയുടെ സ്വഭാവം ശരിയല്ല, വഴക്കൊണ്ടാക്കിയതുകൊണ്ട് പോയതാണെന്നേ നാട്ടുകാർ പറയത്തുള്ളൂ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ശരിയാ അത് കേട്ടല്ലോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കിടന്ന് ഓരോന്ന് കാണിക്കുവാണേ. ആ സമയത്ത് നമ്മുടെ രേവതി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ നിങ്ങൾ തനിയെ കഴിയുന്നത് സുരക്ഷിതവും അല്ല, ഇതിനിടയിൽ നടന്ന സംഭവങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ആകെ പെട്ട് നിൽക്കുന്നു. എടാ സച്ചി പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട, ഈ വീട്ടിൽ അവനെ പോലെ തന്നെ നമുക്ക് 2 പേർക്കും അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നീ ഇവിടെ താമസിക്കേണ്ട എന്ന് പറയാൻ അവൻ ആരാ എന്ന് ശ്രുതി അങ്ങനെ ചോദിക്കുന്നു. ശ്രീകാന്ത് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നു. അന്നേരം നീ വർഷയും കൂട്ടി ഇവിടുന്ന് പോയാൽ നിനക്ക് ഗഡ്സ് ഇല്ലെന്നേ അവൾ കരുതത്തുള്ളൂ എന്നും ശ്രുതി പറഞ്ഞു കൊടുക്കുന്നു. അവൾക്ക് നിന്നോടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കുറയുമെന്നും പറഞ്ഞു കൊടുക്കുക. അപ്പോഴേക്കും ശ്രീകാന്ത് ആകെ ധർമ്മസങ്കടത്തിലായി. ഇതൊക്കെ എന്ത് ചെയ്യും ഓർത്തിട്ട്. അപ്പോൾ ശ്രുതി പറഞ്ഞത് നീ കേട്ടില്ലേ മോനെ, അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ താമസിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറയാം അമ്മ സച്ചേട്ടനോ അവനെ വിടടാ, അവനെ വിട്ടുകള, അവനെ നീ മൈൻഡ് ചെയ്യുകയേ വേണ്ട. അപ്പോൾ രേവതിക്ക് ഇത് കേട്ടപ്പോൾ വിഷമമായി ശരിക്കും. സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരുടെ വാക്ക് കേട്ടിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് രേവതിയെ ഉദ്ദേശിച്ച് പുള്ളിക്കാരി ഇവിടെ പറയാം. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രുതി ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അമ്മ മോനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവിടെ നടന്നതൊന്നും നീ ഇപ്പോൾ തൽക്കാലം വർഷയോട് പറയാൻ നിൽക്കണ്ട, നീ അവളെയും കൂട്ടി വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾക്കുള്ള മുറി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ഈശ്വര, ഇനി ഞങ്ങളുടെ മുറി എങ്ങാനും കൊടുക്കുമോ എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. നീ ഫോൺ പിടിച്ചേ പോയിട്ട് വാ മോനെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ വേണ്ട അമ്മേ, ഞങ്ങൾ പോയിക്കോളാമെന്ന് പറഞ്ഞു. ഇനി നീ അങ്ങനെ പറയരുത് എന്ന് ചന്ദ്രമതി അന്നേരം ശ്രീകാന്തിനോട് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ കഴിയണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഇല്ലേടാ എന്ന് ചന്ദ്രമതി ചോദിക്കാം. അതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിൻ്റെ അച്ഛൻ എപ്പോഴും പൂർണ്ണമായും സുഖമായിട്ടില്ലെന്നും അതുപോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹമൊന്നും, നിങ്ങളിവിടെ നിന്ന് പോയാലേ അദ്ദേഹത്തിന് അത് വിഷമമാവുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചന്ദ്രമതി പറയണു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ നിൽക്കില്ലേ എന്നും അമ്മ ചോദിച്ചു. ശ്രീകാന്ത് ആകെപ്പെട്ടു. നീ പോയിട്ട് വൈകുന്നേരം വാ, അപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിച്ചിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പം ശരി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകാൻ നോക്കുക. അപ്പോൾ പെട്ടി എടുത്തപ്പോൾ അതൊക്കെ അവിടെ വെക്കുക, നീ ചെല്ലും ഞാൻ എടുത്ത് വെച്ചോളാവെന്ന് പറഞ്ഞു. അങ്ങനെ സുധിയെ കൊണ്ട് പെട്ടി എടുപ്പിച്ച് വെക്കുന്നു. ശ്രുതിയും കൂടെ പെട്ടി എടുത്ത് മാറ്റി വെക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോകുകയും ചെയ്തു. പെട്ടി മാറ്റി വെച്ചിട്ട് ശ്രുതിയുടെ ചെവി പറയുക, ഈ ഭാഗമൊക്കെ നമ്മുടെ മുറി കൊണ്ടുവന്ന് വയ്ക്കാൻ പറയാത്തത് ഭാഗ്യമായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ പറയുമ്പോൾ നമ്മുടെ രേവതി ആകെ വിഷമിച്ച് നിൽക്കുക. രേവതിയെ തുറിച്ച് നോക്കി തള്ള ഇപ്പം ദഹിപ്പിച്ച് കൊല്ലുന്ന രീതിയിലാണ് നോക്കുന്നത്. രേവതി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പിന്നാലെ ചെന്നു. നിന്റെ ഭർത്താവ് കാണിച്ചതിനെ
അവന് നല്ല സങ്കടം ഉണ്ടെന്ന് പറയുവാണ് ചന്ദ്രമതി രേവതിയോട്. ഇതിനൊക്കെ കാരണം നീയാണെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ അമ്മേ ചെയ്തതെന്ന് ചോദിച്ചു രേവതി. നീ എന്താ ചെയ്തതെന്നോ? നീ അല്ലേടി സച്ചിയെ ഇളക്കി വിട്ടതെന്ന് ചോദിക്കുക ചന്ദ്രമതിയെ. പുറത്തെ ബാത്റൂമിൽ ചെന്ന് കുളിക്കാൻ പറഞ്ഞതേ അവൻ ഇഷ്ടപ്പെട്ടില്ല. ഉടനെ നീ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞു പറഞ്ഞു അല്ലേ? അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ചുമ്മാ കുറ്റം പറയുക. അവനായിരുന്നു ഞങ്ങളുടെയൊക്കെ തലവേദന. നീ വന്നതോടെ അത് ഇരട്ടിയായെന്നും ചന്ദ്രമതി പറയാം. അവനെ കൊണ്ടുള്ള ശല്യമേ കൂടി ഓരോന്ന് പറഞ്ഞ് നീ അവനെ കുത്തി വിട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ കയ്യും കണ്ണും വീഴ്ചിങ്ങനെ നിൽക്കുക. ശ്രീകാന്തേ അവനൊരു പാവാ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവനാ. അവൻ്റെ മനസ്സ് നീ വിഷമിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര ഡയലോഗ്. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, സന്തോഷത്തോടെ കഴിയേണ്ട സമയമാണ് ഇത്, അതിന് നീ അനുവദിക്കില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും രേവതി വായിൽ പഴവും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക മിണ്ടാതെ. നീ വിചാരിച്ചൊക്കെ നടന്നല്ലോ അല്ലേ? നിനക്ക് വേണ്ടി അരമനയും പൂട്ടി താക്കോലും എടുത്തിട്ട് പോയില്ലേ നിന്റെ ഭർത്താവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വൈകുന്നേരം വന്ന് തുറക്കും എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര പുച്ഛം. ശ്രുതി നിന്ന് ചിരിക്കുവാണ്. അണയാൻ പോകുന്നതൊക്കെ ആളി കത്തുമെന്ന് കേട്ടിട്ടില്ല, അതാണ് ശ്രുതിയുടെ കാര്യം. പക്ഷെ ശ്രുതി പാവം അത് അറിയുന്നില്ല. നീ സന്തോഷിച്ചോ, അവനെ അടിമയാക്കി നീ നിന്റെ കാൽക്കീഴിൽ നിർത്തിക്കോളാനൊക്കെ ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് പറയുന്നു. രേവതി നിന്ന് കരഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ഒരു രാത്രി പോലും നിന്നെ വിട്ട് അവനെ കിടക്കാൻ പറ്റുന്നില്ല, പർവ്വത്തിലാക്കി നീ അവനെ എന്നൊക്കെ പറയുമ്പോഴും രേവതി നിന്ന് കരഞ്ഞിതൊക്കെ കേൾക്കും കേട്ടോ, കണ്ണുനീരും തുടച്ച്. നീ വിചാരിച്ചെന്തായാലും സാധിച്ചല്ലോ, രണ്ടുപേരും മുറിക്കകത്ത് തന്നെ ഇരുന്നോ, പുറത്തിറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞാണ് രേവതിയെ കുത്തി നോവിക്കുന്നത് ചന്ദ്രമതി. അതും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ശ്രുതി രേവതിയെ നോക്കി കളിയാക്കി ചിരിക്കുന്നു. നേരെ രേവതിയും കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. എന്തൊക്കെയാണ് ശ്രുതി ഇവിടെ നടക്കുന്നതെന്ന് ശ്രുതിയോട് ചോദിക്കും അവരൊക്കെ പോയി കഴിഞ്ഞ്. പിന്നെ നമ്മുടെ മുറി ചോദിക്കില്ലായിരിക്കും അല്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ നമ്മുടെ മുറി ചോദിക്കാൻ സാധ്യതയില്ല എന്ന് ശ്രുതിയോട് പറയുക. പിന്നെ എന്തായാലും ശ്രീകാന്തും വർഷയും ഇവിടുന്ന് പോകരുത്, അവരിവിടെ നിൽക്കുന്നതേ അതാ നമുക്ക് നല്ലതെന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുക. ശ്രുതി ശ്രീകാന്തിനോട് സംസാരിക്കണം, അവരെവിടെ പിടിച്ചു നിർത്തണമെന്നും പറഞ്ഞു. അവൻ വരാമെന്നും പറഞ്ഞല്ലേ പോയത്, നമുക്ക് എന്ത് നടക്കുമെന്ന് നോക്കാം എന്ന് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞിട്ട് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുക. അതിന് ശേഷം നേരെ പോയി ഫ്രിഡ്ജിൽ ആപ്പിൾ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആപ്പിൾ എടുക്കുക. ഫ്രിഡ്ജ് തുറന്ന് നിനക്ക് ആപ്പിൾ വേണമെന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ എങ്കിൽ നിൻ്റെ ആപ്പിളും കൂടി ഞാൻ കഴിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ആപ്പിളും കഴിച്ച് മുകളിലോട്ട് കയറി പോകുമ്പോൾ എന്തൊരു സ്വഭാവമാണോ ഇത് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ സച്ചിയും കൂട്ടുകാരനും കൂടെ ഇങ്ങനെ ഇരിക്കും അവിടെ. ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ അവിടെ കിടന്ന് നെട്ടോട്ട് ഓടിക്കൂടും. ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്ത് വെച്ചോളൂ, വാങ്ങിക്കൂട്ടുന്നതല്ല ഞാനാ എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യം രേവതിക്ക്. രേവതി എന്നിട്ട് ഫോൺ എടുത്ത് സച്ചിയെ വിളിക്കാൻ തുടങ്ങുക. അപ്പോൾ സച്ചി അവിടെ ഇരുന്ന് കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കുക. അപ്പോഴാണ് രേവതിയുടെ കോള് ചെല്ലുന്നത്. സച്ചി എടുക്കുന്നില്ല. രേവതി ആണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക. രേവതി വിളിച്ചപ്പോൾ ഇത് കട്ടാക്കി വിട്ടു നമ്മുടെ സച്ചി. എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുക. മനഃപൂർവ്വം എടുക്കാത്തതാണെന്ന് രേവതിക്ക് മനസ്സിലായി. രേവതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. വീണ്ടും രേവതി വിളിച്ചു. അപ്പോഴും സച്ചി ഇത് കട്ടാക്കി വിടുക. അപ്പോൾ കൂട്ടുകാരൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എടുത്ത് തൊലയ്ക്കുക എന്നൊക്കെ രേവതി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ. സച്ചി കട്ടാക്കി വിടുക. എന്നിട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴത്തേക്ക് മഹേഷ് എന്നിട്ട് ചോദിച്ചു, നീ എന്താണ് രേവതി വിളിക്കുമ്പോൾ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്നത്, നിനക്കെടുത്ത് സംസാരിച്ചുകൂടെ എന്ന്. ഇപ്പോൾ കാർ ഓടിക്കുന്നൊന്നുമില്ലല്ലോ എന്നിങ്ങനെ മഹേഷ് ചോദിച്ചപ്പോൾ അവളെന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. വീണ്ടും രണ്ടുപേരും വഴക്കടിച്ച് പിരിഞ്ഞോ. മഴ ഇടിവെട്ടി പെയ്യുന്നത് പോലെയാണല്ലോ നിങ്ങളും വഴക്ക് ഉണ്ടാക്കുന്നതും പിണങ്ങുന്നതും. വഴക്ക് കൂടിയിട്ടൊന്നുമില്ലടാ, ഞങ്ങൾ തമ്മിലൊരു പിണക്കോ ഇല്ല, അത് വേറെ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ എന്താടാ വിഷയം, നീ കാര്യം പറയാൻ പറഞ്ഞു. എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും പറഞ്ഞ് ആ പെണ്ണിനെ വിഷമിപ്പിക്കും, നീ എന്താടാ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് മഹേഷ് ചോദിക്കാം. അപ്പോഴും കോള് വന്നുകൊണ്ടേ ഇരിക്കുന്നു. സച്ചി കട്ട് ചെയ്ത് വിടുന്നു. അപ്പം ഞാൻ കാരണം അവൾക്ക് ഒരു വിഷമമില്ല, ഇത് വിഷയം വേറെയാണെന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ശ്രീകാന്തും വർഷയും വീട്ടിൽ വന്നില്ലേ, അവർ രണ്ടുപേരും മുറിയിലും ഞാനും രേവതിയും ടെറസിലും ഹാളിലും ആയെന്ന് പറഞ്ഞു. മനസ്സിലായില്ല നീ എന്താ പറയുന്നതെന്ന് മഹേഷ് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്തണമെന്നും അവരുടെ ശാന്തി മുഹൂർത്തം നടത്തണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ മുറി അമ്മ അവർക്ക് കൊടുത്തു. പിന്നെ ഞാൻ ടെറസിലും രേവതി ഹാളിലും ഒക്കെ കിടന്നത്. ചടങ്ങ് നടത്തണമല്ലോ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസമൊന്നും അല്ല, അവരെ ആ മുറിയിൽ സ്ഥിരമാക്കാനേ ഉള്ള പുറപ്പാടായിരുന്നെന്നും അതുകൊണ്ട് ഞാനൊരു പണി കൊടുത്തു, ആ മുറി പൂട്ടി താക്കോലെടുത്തോട്ട് ഞാനിങ്ങ് പോന്നു എന്ന് പറഞ്ഞു. നീ ചെയ്തൊട്ടും ശരിയായില്ലടാ. അവർ പുതുതായി കല്യാണം കഴിഞ്ഞ് വന്നവരല്ലേ, നീ മുറി പൂട്ടിയിട്ട് വന്ന് അവരെവിടെ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ എവിടെയെങ്കിലും കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് അവർക്ക് വിഷമാവില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വിഷമായാലും എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കുക സച്ചി. എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചവരാ അവരെന്ന് പറയുമ്പോൾ ഒരു 2-3 ദിവസമെങ്കിലും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലോടാ, ഞാൻ എന്നും AC റൂമിൽ കിടക്കുന്നവനാണോടാ. ട്രിപ്പ് പോയ കാറിൽ കിടന്നല്ലേടാ നമ്മൾ ഉറങ്ങാറ്, ടെറസിൽ കിടന്നാലും റോഡിൽ കിടന്നാലും എനിക്ക് ഉറക്കം വരുവടാ.
പക്ഷേ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചവൻ അത് ഞാൻ സഹിക്കില്ല. പാവൻ്റെ രേവതി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. അവൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണ്ടേടാന്ന് ചോദിച്ചു. അവളെ ഹാളിൽ കിടത്തുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്. അവൾ ഞങ്ങളുടെ മുറി തന്നെ കിടക്കണമെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയെ പറ്റി പറയുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാടാ ഞാൻ മുറി പൂട്ടി താക്കോൽ എടുത്തതെന്നും പറഞ്ഞു. വീട്ടിലേക്ക് വാ, താക്കോൽ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറയാനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്നാലും ഫോൺ എടുത്തൊന്ന് സംസാരിച്ചുകൂടേടാ നിനക്കെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോവില്ല. നമുക്കൊരു രാത്രി ഒരു സിനിമയൊക്കെ കാണാം. ഒരു രാത്രി മുറിയിലോ ഹാളിലോ മറ്റോ കിടക്കണം. മുറിയില്ലാതെ ഹാളിലോ മറ്റോ കിടക്കണം. ശ്രീകാന്തും വർഷമെങ്കിലും അവർ പഠിക്കും. പിറ്റേ ദിവസം അവനെയും കുട്ടി അവൾ വീട് വിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ എടാ അവർ കുട്ടികളല്ലേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു നമ്മുടെ മഹേഷ്. കുട്ടികളാണെങ്കിൽ ഓടിപ്പോയി കല്യാണം കഴിക്കോടാന്നാണ് സച്ചിയുടെ ചോദ്യം. വിളഞ്ഞ വിത്തുകളാ രണ്ടും. ആ പെണ്ണാണെങ്കിലോ ശരിയായ ഒരു കേടിയും. സുധിയുടെ ഭാര്യയെക്കാളും വലിയ വിഷം അവളെന്നൊക്കെ പറയുന്നു. അവളുടെ നടത്തവും നോട്ടവും സംസാരവും ഒന്നും ശരിയല്ല എന്നൊക്കെ സച്ചി പറഞ്ഞു. ഇവള് കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ആ വീട്ടിലുള്ള എല്ലാവരും വെളിയിൽ പോവേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് സച്ചി കൂട്ടുകാരനുണ്ട്. വീണ്ടും വരുന്നു കോള്. അങ്ങനെ കോള് വരുന്നത് കണ്ടപ്പം അവൾ തന്നെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നീ ഫോൺ എടുത്തൊന്ന് സംസാരിക്കടാന്ന് പറഞ്ഞു മഹേഷ്. അവളെന്നെ എത്ര തവണ വിളിച്ചിട്ടും കാര്യമില്ലടാ, ഞാൻ ഫോൺ എടുക്കില്ല, താക്കോല് കൊടുക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞു മഹേഷിനോട് പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ അവിടെ ഡബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡബ് ചെയ്യുന്ന വർഷയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ ഡബിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ സാറ് സൂപ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെന്ന് കയറി അമ്മായിമ്മപ്പോര് തുടങ്ങിയെന്ന് ചോദിച്ചോ. അപ്പോൾ അത് തൽക്കാലം എന്നോട് തുടങ്ങിയിട്ടില്ല എന്ന് വർഷ പറഞ്ഞു. അതിന് അവിടെ ഒരു വില്ലനുണ്ട്, എനിക്കിഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ, അവിടെ ഫൈറ്റ് സീനാണ് കൂടുതലും എന്നൊക്കെ ഇങ്ങനെ ഡയറക്ടറോട് പറയാം. അപ്പോൾ ശരി സാർ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ അവിടുന്ന് പോവുക. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകാന്തിനെ കണ്ടതും ഭയങ്കര ഇതായിപ്പോയി, സർപ്രൈസായിപ്പോയി നമ്മുടെ വർഷയ്ക്ക്. ശ്രീകാന്ത് പക്ഷേ വിഷമിച്ചല്ലേ വന്ന് നിൽക്കുന്നത്. ശ്രീകാന്തത്തെ ഇവിടെ നിന്നും ചോദിച്ചു ഓടി വന്നു വർഷ. അപ്പം നിന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. വർക്കിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരാമെന്ന് കരുതിയപ്പോൾ ശ്രീകാന്ത് മുന്നിൽ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വർഷ നമുക്കൊരു ടൂറ് പോയാലോ എന്ന് ചോദിക്കാം. ഹണിമൂൺ ട്രിപ്പാണോ ഉദ്ദേശിച്ചത്? ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും പോകാമെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇപ്പം എന്തായാലും അത് നടക്കത്തില്ല, എനിക്ക് വർക്കുണ്ട് എന്ന് നമ്മുടെ വർഷ പറയുമ്പോൾ എപ്പോൾ നോക്കിയാലും വർക്ക്, നിനക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. അപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തീർക്കാനാണ് ശ്രീകാന്ത് നോക്കുന്നത്. നമുക്ക് ദൂരേക്കൊന്നും പോകണ്ട, നമുക്ക് എവിടെയെങ്കിലും പോകാം, ഒരു 2-3 ദിവസം പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ എന്തു പറ്റി ശ്രീകാന്തേ, ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ വർക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ആളാ ഇപ്പം പറയുന്നു നമുക്ക് പോകാമെന്ന്. എന്തായാലും എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ലെന്ന് വർഷ പറയൂ കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു റിസോർട്ട് ഉണ്ട്, ഒരു 2 ദിവസം നമുക്കവിടെ താമസിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ശ്രീകാന്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്തായാലും നമുക്ക് ആലോചിച്ച് പ്ലാൻ ചെയ്യാം, ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ വിളിക്കുമ്പോൾ വർഷ നമുക്കിപ്പോൾ തന്നെ റിസോർട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പോവാനോ? എന്താ പ്രശ്നമുണ്ടല്ലോ, പറ ശ്രീകാന്തേ, എന്താ കാര്യം? അതുപിന്നെ വർഷ, അതുപിന്നെ അപ്പോൾ നിൻ്റെ ഫേസേ ശരിയല്ലല്ലോ, നിൻ്റെ സൗണ്ടും എന്തൊക്കെയോ പോലെ ഇരിക്കുന്നു, സംതിങ് റോങ്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് നിന്നോട് എങ്ങനെ പറയണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്താണെങ്കിലും പറയാൻ പറഞ്ഞു. അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്കും ഭയങ്കര ദേഷ്യമായി. വർഷ ഇങ്ങനെ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ സോറി വർഷ, നിനക്ക് വിഷമമല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. റിസോർട്ടിലൊക്കെ എത്ര നാൾ നമ്മൾ താമസിക്കും? നമ്മൾ നേരത്തെ താമസിച്ച നിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എവിടേക്ക് തന്നെ പോയാലോ എന്ന് ചോദിക്കണം. നമുക്ക് അവിടെ കഴിയാമെന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. വൈകുന്നേരം നമ്മൾ ചെല്ലുമ്പോഴേക്കും റൂം അറേഞ്ച് ചെയ്യാമെന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു. വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വർഷം, അതുകൊണ്ട് അങ്ങനെ വേണോ എന്ന് ചോദിക്കുക. അപ്പോൾ നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഓക്കെ ആണെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇതിനാണോ ഇത്രയും ബിൽഡപ്പൊക്കെ കൊടുത്തത് എന്ന് ചോദിക്കുക വർഷ. നിന്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തതിലേ എനിക്ക് വലിയ ഷോക്കൊന്നുമില്ല എന്ന് വർഷ പറഞ്ഞു. ശ്രീകാന്ത് ഞെട്ടിപ്പോയി വർഷ പറയുന്നത് കേട്ട്. അപ്പോൾ നിനക്ക് വിഷമവും ദേഷ്യമൊന്നും ഇല്ലേ വർഷ എന്ന് ചോദിച്ചപ്പം എനിക്കെന്തിനു വിഷമവും ദേഷ്യമൊക്കെ വരണം, അത് അവരുടെ റൂം അവരെടുത്തു എന്ന് വർഷ പറയുന്നു. ശ്രീകാന്ത് അന്തം വിട്ട് നിൽക്കുക. നമ്മൾ വീട്ടിൽ പോയി നമുക്ക് കഴിഞ്ഞ മുറിയില്ലെന്ന് പറയുമ്പോൾ അതിനെന്താ, നമുക്ക് പുറത്തേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നീ വണ്ടി എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് വർഷ പറയുമ്പോൾ ഏത് വീട്ടിലേക്കാന്ന് ചോദിച്ചു. അപ്പം നിന്റെ വീട്ടിലേക്ക് അല്ലാതെ ഏത് വീട്ടിലേക്കാ എന്ന് ചോദിച്ചു. അപ്പോഴും ശ്രീകാന്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും, ഒന്നും മനസ്സിലാക്കുന്നില്ല. അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, അതൊക്കെ അപ്പം നോക്കാം, ഇപ്പോഴേ പറയണോ? ശ്രീകാന്ത് വണ്ടി എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. പക്ഷേ ശ്രീകാന്തിനാകെ ടെൻഷനാണ്.
ഇതെന്താ വർഷം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർത്തിട്ട് അതെല്ലാം കഴിഞ്ഞ് അവർ വണ്ടിയെ കയറി അവർ കറങ്ങാൻ പോകുക. ഈ സമയം പിന്നെ കാണിക്കുക നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ ഇരുന്ന് വീണ്ടും സച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ദേ വരുന്നു താടക രേവതിയെ കൊന്നു തിന്നാനായിട്ട്. ചന്ദ്രമതി നിന്റെ കെട്ടിയും വന്ന് വാതിൽ തുറക്കോ ഇല്ലയോ എന്നും ചോദിച്ചാ. അപ്പം ഞാൻ സച്ചേട്ടനെ വിളിച്ചോണ്ടിരിക്കുക, ഫോൺ എടുക്കുന്നില്ലമ്മ എന്ന് പറഞ്ഞു. ചുമ്മാ അഭിനയിക്കാതടി, അവൻ വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ട്, പക്ഷെ ഇന്നേ വരെ മുറി പൂട്ടി താക്കോലുമായിട്ടൊന്നും പോയിട്ടില്ലെന്ന് ചന്ദ്രമതി. അപ്പം നീയാണ് അവൻ ഐഡിയ പറഞ്ഞു കൊടുത്ത അല്ലേ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പം എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു രേവതി. മുറി പൂട്ടി പോകരുതെന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഞാൻ അദ്ദേഹത്തിനോട് കെഞ്ചി പറഞ്ഞത്, അമ്മ കേട്ടല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ നിന്റെ അഭിനയമല്ലേടി, സാഹചര്യം നോക്കി നീ എങ്ങനെയൊക്കെ സംസാരിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതിനും കുറ്റം പറയാം. നീ വീട്ടിൽ വന്നതിന് ശേഷം അവൻ ഇങ്ങനെയായതെന്നും പറഞ്ഞു രേവതിയെ ചുമ്മാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീകാന്തിനും വർഷയ്ക്കും ഉണ്ടാക്കി വെച്ച പാല് അവനെടുത്ത് കുടിച്ചു. ഇന്നിങ്ങനെ ഒരു ദ്രോഹവും അവൻ ചെയ്തു. വർഷ ഇവിടെ കഴിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി കണ്ണും പിടിച്ച് നോക്കി നിന്ന് കേൾക്കുക. നിന്റെ അസൂയ അടി എല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോൾ അവരിവിടെ കഴിയണമെന്ന് തന്നെ അമ്മ എൻ്റെ ആഗ്രഹം. അമ്മയെക്കാളും അതിനു വേണ്ടി സംസാരിച്ചവളും ഞാൻ തന്നെയാണ് നമ്മുടെ രേവതി ചന്ദ്രമതിയുടെ നാക്കടപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് എന്തിനാ അസൂയാന്ന് ചോദിച്ചപ്പോൾ വർഷ വലിയ വീട്ടിലെ പെണ്ണ, അവൾക്ക് ഇവിടെ കുറച്ച് അധികം ബഹുമാനവും സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട്, അതിൻ്റെ അസൂയല്ലേടി നിനക്ക്, അതുകൊണ്ടാണ് നിന്റെ ഭർത്താവിനെ ഇളക്കി വിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതെന്നൊക്കെ പറയുക ചന്ദ്രമതി. ഇതൊക്കെ അമ്മയുടെ വെറും തോന്നലുകൾ മാത്രം, എനിക്ക് ആരുടെ അസൂയൊന്നും ഇല്ല എന്ന് പറഞ്ഞു രേവതി. നിന്നോട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞതല്ലേ, 2 നാളത്തേക്കല്ലേ ഞാൻ മുറി ചോദിച്ചുള്ളൂ, ശരിയെന്ന് പറഞ്ഞ് മാടിനെ പോലെ തലയാട്ടിയിട്ട് നീ പിന്നിൽ നിന്ന് കളിച്ചല്ലേടി എന്നൊക്കെ ചോദിക്കുക. ഒരു 2 ദിവസം പോലും നിങ്ങൾക്ക് മാറിക്കിടക്കാൻ പറ്റത്തില്ലല്ലേടി, എന്നും ഒന്നിച്ചു തന്നെ കിടക്കണോടി, നീ ആള് കൊള്ളാവല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോൾ ദേ വേണ്ടമ്മേ ഇത്തരം സംസാരങ്ങൾ നിർത്തിക്കോളാൻ പറഞ്ഞു രേവതി. അമ്മയുടെ വായിൽ നിന്ന് ഇനി ഈ രീതിയിലുള്ള സംസാരം വീഴരുതെന്ന് പറയുമ്പോൾ നിനക്കെന്തായാലും ദേഷ്യം വരുന്നോണ്ട് ചോദിച്ചു. ഇപ്പം കല്യാണം കഴിഞ്ഞ് പുതുജോടി പോലെ ഉണ്ടല്ലോ നിങ്ങളുടെ പെരുമാറ്റം കണ്ടാലെന്നും ചോദിച്ചുകൊണ്ട് നിന്റെ തലയണ മാത്രം നന്നായി ഏച്ചുന്നുണ്ടെന്ന് പറഞ്ഞു ചന്ദ്രമതി രേവതിയോട്. നീ പല സ്ഥലത്തും പോയി ചരടൊക്കെ മന്ത്രിച്ച് കൊണ്ടുവരാറുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും അവൻ്റെ അരയിലോ മറ്റോ കെട്ടിക്കൊടുത്തിട്ടുണ്ടോടി, അതുകൊണ്ടാണോ നിന്നെ എപ്പോഴും അവനിങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം അമ്മേ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എന്ന് രേവതി അന്നേരം പറയുക. എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെയും ചോദിക്കുമ്പോൾ നിന്റെ കണ്ണുനീരിന് മുന്നിൽ സച്ചിയുടെ അച്ഛൻ വീഴും, ഞാൻ വീഴത്തില്ലെന്ന് പറഞ്ഞ ഈ ചന്ദ്രമതി ഞാൻ മണ്ടിയൊന്നും അല്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി വീണ്ടും രേവതി ഇങ്ങനെ ഓരോന്ന് പറയാം. ശ്രീകാന്ത് വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞു. ഓരോ വിധം സമാധാനപ്പെടുത്തി നിർത്തിയിരിക്കാൻ ഞാൻ അവനെ. ദേ അവൻ വൈകുന്നേരം വരുമ്പോൾ റൂം റെഡി ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ കെട്ടിയോനെ വിളിച്ചോ വേഗം റൂം തുറക്കാൻ പറഞ്ഞപ്പോൾ അമ്മേ ഞാൻ കുറേ നേരമായി വിളിക്കുന്നു, സച്ചിയുടെ ഫോൺ എടുക്കുന്നില്ല, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് ആ റൂം കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു ചന്ദ്രമതി വീണ്ടും പറയാം. ശ്രീകാന്തിനും വർഷയ്ക്കും ആ റൂം തന്നെ കൊടുക്കണമെന്നും പറഞ്ഞു. റൂം കിട്ടിയില്ലെങ്കിലേ അവർ ഈ വീട് വിട്ട് തന്നെ പോകുമെന്നായി ചന്ദ്രമതി. രേവതി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. പിന്നെ അവരെ വീട് വിട്ട് പോയാൽ പിന്നെ നീ ഈ വീട്ടിലുണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയെ പേടിപ്പിക്കുക. ഇതിലും ഭേദം രേവതി അവിടെ ഇല്ലാത്തത് തന്നെയാണ്, ചന്ദ്രമതിക്ക് അതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി വിശേഷമൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ.